സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജമീലിനെ എപ്പോഴാണ് കണ്ടതെന്നൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ജമീലുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധത്തെ എനിക്ക് പല കാലങ്ങളായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലാദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ SIO സർഗസംഘവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കണ്ടുമുട്ടിക്കൊണ്ടിരുന്ന കാലമാണ്. നമ്മൾ റഹീം സാഹിബിനൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. അന്നൊരുപാട് കാസറ്റുകളുടെ വർക്കുകളും അതുപോലെ SIOൻ്റെ പലതരം സംഘടനാ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നൊരു ജമീലുണ്ട്. ഇതിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജമീലിനെ കുറിച്ച് ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കാലത്ത് ജമീൽ, അതുപോലെ നമ്മളെ ഷമീർ ബിൻസി, ജാബിർ സുലൈം, ജമീൽ അഹമ്മദ്, ഇങ്ങനെ കുറച്ച് പേര് കൂടി ചേർന്നിട്ട് പാരലായിട്ട് നമ്മുടെ ഈ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഉണ്ടാവേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ, അന്നത്തെ ചരിത്രത്തിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്യാമ്പ് ഞങ്ങൾ നടത്തണ്ടായി. ആ ക്യാമ്പ് നടന്നത് മണ്ണാർക്കാടാണ്. ആ ക്യാമ്പിലുണ്ടായത്, നമ്മൾ സംഗീതത്തെയും നാടകം, അതായത് അഭിനയത്തെയും ചിത്രകലയെയും 3 വിഷയങ്ങളാക്കി എടുത്തിട്ട് ആ വിഷയങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനം സ്വീകരിക്കേണ്ട വായന, അതായത് പുനർവായനകളും പുതിയ നിലപാടുകളും എന്തായിരിക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഒരു 7 ദിവസത്തെ 8 ദിവസത്തെ മറ്റൊരു ക്യാമ്പ് മണ്ണാർക്കാട് ഇർഷാദ് കോളേജിൽ നടക്കേണ്ടായി. നമ്മളതിൽ സംഗീതത്തെ നിർവചിക്കാൻ ശ്രമിച്ചത്, സംഗീതം അനിസ്ലാമികം എന്ന് നമ്മൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു പാട്ട് കേൾക്കുമ്പോൾ മനുഷ്യനിൽ ആ പാട്ടിലെ വരികൾ ഉണ്ടാക്കുന്ന വികാരമാണോ, അല്ല അതിൻ്റെ സംഗീതം ഉണ്ടാക്കുന്ന വികാരമാണോ എന്നൊരു ചർച്ച അന്നവിടെ നടന്നത്. അപ്പോൾ മനുഷ്യനിൽ ഉണർവുണ്ടാക്കുന്ന, ഉന്മേഷം ഉണ്ടാക്കുന്ന എന്ത് ശബ്ദങ്ങളും, ഉദാഹരണത്തിന് ബാങ്ക് കൊടുക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഒക്കെ യഥാർത്ഥത്തിൽ സംഗീതത്തിൻ്റെ അംശങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നന്നാവണമെങ്കിൽ. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന അംശങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഏതൊക്കെ രാഗങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ പാട്ടുകൾ, ഏതൊക്കെ സംഗീത രീതികൾ നമുക്ക് ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കാം, ഏതൊക്കെ അനിസ്ലാമികമാക്കാം. അതുപോലെ ഒരു അഭിനയമാണെങ്കിൽ സ്ക്രീനിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളിൽ ഇസ്ലാം എവിടം വരെ ആവാം, ചില കാര്യങ്ങൾ എങ്ങനെ സ്ക്രീനിൽ നമുക്ക് ഇസ്ലാമികമായി പ്രസൻറ്റ് ചെയ്യാം, അതായത് ഇപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങളെയൊക്കെ അതിൻ്റെ തത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് കാഴ്ച എങ്ങനെ മാറ്റാം, ഈ വിഷയത്തിലൊക്കെ വളരെ ആഴത്തിലുള്ള ചർച്ച നടക്കുകയും KT മുഹമ്മദിനെ പോലുള്ള നാടകാചാര്യന്മാർ, അദ്ദേഹം ഒന്നും ഒരിക്കലും ഒരു മുസ്ലിം സംഘടനയുടെ വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല, കലാമണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ വന്നു. അങ്ങനെയൊക്കെ കൂടി വളരെ മനോഹരമായ ഒരു ക്യാമ്പ് 7 ദിവസം നടത്തിയതിൽ എൻ്റെ കൂടെ ഏറ്റവും വലിയ സഹായിയായിട്ടുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു അന്ന് ജമീൽ. പിന്നെ ഹിറാസ് സമ്മേളനം നടക്കുന്ന കാലത്ത്, അന്ന് ഈ ഒരു ക്യാമ്പ് നടക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ സർഗസംഗമത്തിൻ്റെ പ്രവർത്തകരാണ്. പിന്നെ ജമായത്തിൻ്റെ ഹിറാ സമ്മേളനം വന്നപ്പോൾ എക്സിബിഷൻ നഗരിയിൽ ഞാനും ജമീലും 4 മാസത്തോളം ആ പാടത്ത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ജമീലിൻ്റെ ഏറ്റവും രസകരമായ ഒരു പ്രശ്നം, പലരും ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞത്, ചോറ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം അവിടെ മൂപ്പർക്ക് ഇടയ്ക്ക് വരും. കാരണം ആ പാടത്ത് വൈകുന്നേരമാകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ലാത്ത വളരെ ലൈഫായൊരു ഭക്ഷണമായിരുന്നു. അപ്പോൾ ജമീൽ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അവിടെ കുറച്ച് മേലോട്ട് നടന്നാൽ കക്കാട് 2-3 നല്ല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ആ ജമാഅത്തിൻ്റെ അച്ചടക്കത്തെ ഒരർത്ഥത്തിൽ ലംഘിച്ചുകൊണ്ട് ഞാനും ജമീലും, ഈ ജമീലും ഒക്കെ ഇടയ്ക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ ആ ഒരു ഹിറാ സമ്മേളനത്തെ ഓർമ്മയുള്ളവർക്ക്, അല്ലെങ്കിൽ അത് കണ്ട ആരെങ്കിലുമൊക്കെ പുതിയ തലമുറയിൽ ഇപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. പഴയ തലമുറയുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും, വളരെ മനോഹരമായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഇസ്ലാമികമായ സംഗതികളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ആ പ്രദർശനം അന്ന് നടത്തിയത്. അപ്പം അങ്ങനെ ഒരു ജമീൽ പാട്ട് കാസറ്റുകളിൽ, ജമീൽ ഒരിക്കലും ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ എല്ലാ കാസറ്റുകളുടെയും ബാക്കിലെ ഏറ്റവും വലിയൊരു ഹനുമാൻ മൂപ്പരായിരുന്നു. അതിൻ്റെ എല്ലാ, അപ്പം ചിലപ്പോൾ ചില പാട്ടുകളിൽ ചില വാക്കുകൾ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില വാക്കുകൾ, ഇത് റഷീദ് നമുക്ക് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ നന്നാവൂലേ എന്ന്, അപ്പോൾ എഴുതി തന്ന പാട്ടുകളെ ചിലപ്പോൾ ജമീൽ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ജമീലിനോട് സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജമീൽ ഒരു പാട്ടും എഴുതിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പിറകിൽ നിന്ന് സഹായിച്ച, ഞാൻ പലപ്പോഴും ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആശ്രയിച്ചൊരു മനുഷ്യൻ കൂടിയായിരുന്നു ജമീൽ. ഈ ആശ്രയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ വെൽഫെയർ പാർട്ടിൻ്റെ ഒക്കെ സംസ്ഥാന നേതാക്കൾ, വളരെ മുതിർന്ന നേതാക്കളിൽ ഒരാളുടെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ അനിയനൊരു പത്രപ്രവർത്തകനാണ്.
അദ്ദേഹത്തിൻ്റെ മുതിർന്ന ജ്യേഷ്ഠന് വിവാഹം കഴിക്കണം. അപ്പോൾ വിവാഹം കഴിക്കാൻ അദ്ദേഹം കണ്ടുവച്ച വധു ജിയയുകാരിയാണ്. പക്ഷെ അവരുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ആലപ്പുഴക്കാരാണ്. ജിയോ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് വരെ വീട്ടിനകത്ത് ഒരു കാരണവശാലും വാപ്പ സമ്മതിക്കില്ല. അപ്പം അദ്ദേഹം എന്തുകൊണ്ടോ അത് വാപ്പാനോട് അവതരിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയത് ഇന്നായിരുന്നു. അപ്പം ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട്, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ എന്നോട് ജമീൽ പറഞ്ഞു നമുക്ക് രണ്ടാക്കും പോകാറില്ല. അങ്ങനെ ഞാനും ജമീലും കൂടെ ആലപ്പുഴയിലേക്ക് പോയി. കായംകുളത്തു നിന്നാണ് പോയത്. ഞങ്ങളവിടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ നിന്നാണ് പോയത്. അങ്ങനെ ഈ മനുഷ്യനെ, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ എല്ലാ ധൈര്യവും പോയി. കാരണം മൂപ്പര് അധികം ഒന്നും സംസാരിക്കാതെ വളരെ എന്താ പറയുക, കടുത്ത നിലപാട് മൂപ്പരുടെ മുഖത്ത് തന്നെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ജമീൽ എന്നെ പറയുന്നു, റഷീദ് നിങ്ങൾ പറഞ്ഞോളി അതൊക്കെ നടക്കും. അങ്ങനെ അവസാനം ഞാൻ ഒരു റൂമിൽ ഇരിക്കുന്നു, അദ്ദേഹം അപ്പുറം ഇരിക്കുന്നു. അദ്ദേഹം കാണാതെ വാതിലിൻ്റെ അപ്പുറത്ത് ജമീൽ ഇരിക്കുന്ന എനിക്ക് കാണാം. അങ്ങനെ 1.5 മണിക്കൂർ സമയം ഞാൻ ഈ വിഷയം അദ്ദേഹം സംസാരിക്കുകയും, ഞങ്ങൾ പോയ ഉടനെ അദ്ദേഹം ഈ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, മലബാറിൽ നിന്ന് ഒരു ചെറുക്കം വന്നായിരുന്നു, അവൻ പറഞ്ഞതുപോലെ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തിയേക്കാം, അതാണ് നല്ലതെന്ന് മൂപ്പരുടെ ബന്ധുക്കളൊക്കെ വിളിച്ചറിയിച്ച് ആ കല്യാണം നടക്കുകയും ചെയ്തു. അപ്പോൾ ജമീൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടുന്ന് മൂപ്പര് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മൂപ്പരുടെ മുഖം കൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ മൂപ്പരായ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തത് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജമീൽ ഒരു കാലഘട്ടത്തിൽ, സേവ് കാലഘട്ടത്തിൽ വളരെ അടുത്ത എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായി. പിന്നീട് ഞാൻ മീഡിയ വണ്ണൊക്കെ ആയിട്ട് ഡൽഹിയിലേക്ക് പോയ കാലത്താണ് ഒരുപക്ഷെ ജമീൽ മാധ്യമത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഈ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജമീലിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, ജമീൽ ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘടനയിൽ നിന്ന് മാധ്യമത്തിലേക്കോ അല്ലെങ്കിൽ മീഡിയ വണ്ണിലേക്കോ പോയി പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അവർ ജീവിച്ച കാലത്തിനെ അല്ലെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു ചരിത്രത്തെയൊക്കെ വളരെ അസലായിട്ട് അവർ അടയാളപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ എന്ത് ചെയ്യൂല, സ്വന്തത്തെ അടയാളപ്പെടുത്താൻ വല്ലാതൊന്നും ശ്രമിക്കൂല. ജമീൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര സത്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ജേർണലിസ്റ്റും ചെയ്യാത്ത അത്രയും ആഴത്തിൽ അദ്ദേഹം റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പത്രപ്രവർത്തകർക്ക് അറിയാം, അവിടെ ഒരു ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ ശമ്പളം വാങ്ങാൻ ആവശ്യമായ വാർത്തയൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ ശമ്പളം വാങ്ങാൻ ആവശ്യമായ വാർത്തയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നോളൂ. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജമീൽ നടന്ന വഴികൾ ഡൽഹിയിൽ ഇരുന്നിട്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് സഹായിക്കുന്ന നിരവധി കണ്ടെത്തലുകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനായിരുന്നു. അപ്പാർത്ഥത്തിൽ നോക്കുമ്പം പക്ഷേ ജമീലിന് എന്താ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ പത്രപ്രവർത്തന മേഖലയിൽ? എൻ്റെ അറിവിലില്ല. പത്രപ്രവർത്തന മേഖലയിൽ അവാർഡുകൾ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ അതിനു വേണ്ടി അപേക്ഷിക്കണം. അപ്പോൾ ജമീൽ അപേക്ഷിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഞാനത് ചോദിച്ചത്. അപ്പം അങ്ങനെ സ്വയം അടയാളപ്പെടുത്താതെ അദ്ദേഹം അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു മാധ്യമപ്രവർത്തകനായി ജീവിച്ചു മരിക്കാനായിരുന്നിരിക്കാം ഒരുപക്ഷെ ജമീൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഞാൻ ദൗർഭാഗ്യവശാൽ എൻ്റെ ഫോണിൽ നിന്നുള്ള കുറേ കാലമായിട്ടുള്ള ചാറ്റുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫോണിലും ഡിലീറ്റ് ആവാതെ ബാക്കിയുള്ള ചാറ്റുകളിൽ ഒന്നാണ് ജമീലിൻ്റെത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് മുഴുവൻ ബാക്കോട്ടിരുന്ന് പരതായിരുന്നു. അപ്പം അതിലൊക്കെ അവിടെ ഇവിടെയായിട്ട് അദ്ദേഹം ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരുപാട് സൂചനകൾ, അതായത് എന്തുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം പോയി എന്നുള്ളതൊന്നും ചർച്ചയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് പത്രപ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ജമീൽ പലപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേണം ഒരു ദിവസം ജമീൽ എന്നോട് പറയുന്നത്, റഷീദ് നിങ്ങൾ ചെയ്ത ആ പണി തന്നെ വളരെ നന്നായിട്ട് ഞാനും ചെയ്യാൻ പോവാണ്. അതായത് പത്രപ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം യാത്ര ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും നടത്തുകയും ലോകത്തിൻ്റെ എവിടെയൊക്കെ ഇസ്ലാമും മുസ്ലിങ്ങളും എത്തിപ്പെട്ടിട്ടുണ്ടോ അവർ സമൂഹത്തിനും ലോകത്തിനും നൽകിയ സേവനങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനൊരു യാത്രക്കാരനായി മാറിയിട്ടുണ്ടായിരുന്നു. ജമീൽ പറഞ്ഞ അങ്ങനെ ഒരു യാത്രക്കാരനാവുകയും കുറെ കൂടെ ആഴത്തിൽ നന്നായിട്ട് നമുക്ക് സഹകരിച്ച് പോവുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പണ്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ അദ്ദേഹം എനിക്ക് അയക്കാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 കാലഘട്ടങ്ങളിലും SIO സർഗസംഗമത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞ മണ്ണാർക്കാട് ക്യാമ്പ്,
അതുപോലെ ജമീലിന് ഓർമ്മ ഉണ്ടാവും, നമ്മൾ മൂസാ നബിയും ഫിറോൻ്റെ ഭാഗമായിട്ട് കുറ്റ്യാടിയിൽ നടത്തിയൊരു ക്യാമ്പുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാഷയിൽ നോക്കുമ്പോൾ അസാധാരണമായ നീക്കങ്ങളാണ്. കാരണം പ്രിൻസ് ഓഫ് ഈജിപ്ത് എന്ന് പറഞ്ഞ മൂസാ നബിയെക്കുറിച്ച് അന്ന് ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു കാർട്ടൂൺ ആനിമേഷൻ മൂവി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് മൂസാ നബിയെക്കുറിച്ച ഭാഗങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ ഡയറക്റ്റ് അഭിനയിക്കാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ കാണിക്കുകയും അഭിനയിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ സ്റ്റേജിൽ കാണിക്കുകയും ബാക്കി ഒരു ഗാനമേള ട്രൂപ്പ് ഇപ്പുറത്ത് നിന്നിട്ട് ഈ മൂസാ നബിയും ഫിറോനും എന്ന UK കാസറ്റ് പൂർണ്ണമായും പാടി തീർക്കുകയും ചെയ്ത ഒരു രാത്രി മുഴുവൻ നീണ്ട മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു. അതിൽ ജമീലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ SIOൻ്റെ കാസറ്റുകൾ വരുമ്പോഴൊക്കെ അതിനകത്ത് ജമീലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജമീൽ SIO സർഗസംഗമത്തിന് തനിമയുടെ ഒരു പരിപാടി കോഴിക്കോട് നടന്നിട്ടുണ്ട്. ജമീൽ അതിനകത്ത് വളരെ വലിയ പങ്കാണ് വഹിച്ചത്. അത് അന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ സിനിമയോ അല്ലെങ്കിൽ CD ഒന്നും ജമാഅത്ത് ഉൾക്കൊണ്ട് തുടങ്ങാത്തൊരു കാലമാണ്. അപ്പോൾ അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട അനുഷ്ഠാന മുസ്ലിം കലകൾ, അതായത് കോൽക്കളി, ദഫ്മുട്ട്, അറവന, ഒപ്പന, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ഒരു 10-16 ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് ജമീലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ട്രൂപ്പുകളൊക്കെ കണ്ടെത്തിയത്. കോൽക്കളി, ഇതുപോലെ വില്ലടിച്ചാമ്പാട്ട്, അത് ജമീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ മദർസ പഠിക്കുമ്പോഴൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയായിരുന്നു തോന്നുന്നു. അതിൻ്റെയൊക്കെ ഗുരുക്കന്മാരെ കണ്ടെത്തി ടാഗോർ സെൻറ്റനറി ഹാളിൽ ഒരു ഫുൾ നൈറ്റ് പ്രോഗ്രാം അന്ന് ഞാൻ തനിമയുടെ പ്രസിഡൻ്റായിരുന്ന കാലം ആ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിലൊക്കെ എൻ്റെ വലങ്കൈ പോലെ നിന്നൊരു മനുഷ്യനാണ് ഇപ്പം കടന്നുപോയിരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറേ കൂടെ ആഴത്തിൽ പറയുകയും എഴുതുകയൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു മരണവാർത്ത അറിഞ്ഞപ്പിനുണ്ടായൊരു ശൂന്യത. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ നമുക്കറിയില്ലല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അദ്ദേഹവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു എന്നല്ലാതെ നമ്മളൊരു കാലത്ത് പിന്നിട്ട് വന്ന സംഗതികളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് വെക്കുകയും അതെവിടെയൊക്കെ കുറിച്ച് വെക്കുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ജമീൽ ഞാനീ പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒരുപാട് സംഭാവനകൾ അന്ന് സർഗസംഗമത്തിന് നൽകിയ ആളാണ്. എൻ്റെ മറതി ഒരു പരിമിതിയായി മാറുകയാണ് അതിൽ ചെയ്യുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലൊക്കെ അപ്പുറമാണ് ആ കാലത്ത് ജമീലിന് അതിലൊക്കെ ഉണ്ടായിരുന്ന പങ്ക്. ഒരുപക്ഷെ ജമീൽ മാഷ് അത് ഓർക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്നും പറയാനില്ല. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലും അദ്ദേഹം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. TJ ജോർജിൻ്റെ ഒരു പ്രശസ്തമായ വാക്കുണ്ട്, എ ജേർണലിസ്റ്റ് ഈസ് റിമെമ്പർഡ് ടിൽ ഈസ് ലാസ്റ്റ് ബൈലൈൻ എന്ന്. പക്ഷേ ലാസ്റ്റ് ബൈലൈന് ശേഷവും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വളരെ അദ്ദേഹം ആ ഒരു മേഖലയിൽ ചെയ്ത അസാധാരണമായ ചില റിസർച്ചുകളുടെ ഭാഗമായിട്ട്. അപ്പം നമുക്കിതിനെയൊക്കെ സംരക്ഷിക്കാനും അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കുറേ വിവരങ്ങളായതുകൊണ്ട് അത് സംരക്ഷിക്കാനും ഒക്കെയുള്ള കുറേ നീക്കങ്ങളും ഇത്തരം യോഗങ്ങൾക്ക് പുറമെ ഉണ്ടാവണം. അതിനുള്ള വേദികളും നമ്മൾ രൂപീകരിക്കണം. അള്ളാഹു നമ്മളതിനൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി ജമീലിൻ്റെ കുടുംബത്തിന് അള്ളാഹു മനസ്സിന് സമാധാനം നൽകട്ടെ. നമുക്കൊക്കെയും ഈ അപരിഹാര്യമായ ഒരു വിടവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. കാരണം ജമീൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഉള്ള ആളുകളല്ല അതിന് ശേഷം ഉള്ള നമ്മളൊന്നും. എനിക്കങ്ങനെ പലപ്പോഴും തോന്നുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഉറക്കത്തിലും എൻ്റെ മറ്റെല്ലാ ചിന്തകളിലൊക്കെ ഈ മനുഷ്യൻ എനിക്ക് എന്തായിരുന്നു എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ തന്നെയും അള്ളാഹു ഈ ഒരു വിടവ് നികത്തി മുന്നോട്ട് പോകാനുള്ള കഴിവ് നൽകട്ടെ. ജമീലിൻ്റെ ആഖിറം അള്ളാഹു വെളിച്ചം നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.